ചന്ദ്രനിലേക്ക് മനുഷ്യരെ അയക്കാനുള്ള പദ്ധതികളാസൂത്രണം ചെയ്യുകയാണ് വിവിധ രാജ്യങ്ങൾ. ആർടെമിസ് ദൗത്യത്തിലൂടെ നാസ ഇതിൽ മുന്നിൽ നിൽക്കുന്നു. ചൈനയും ഇന്ത്യയുമെല്ലാം ഇതേ ലക്ഷ്യവുമായി മുന്നേറുകയാണ്. ചന്ദ്രനിൽ മനുഷ്യന്റെ സ്ഥിരസാന്നിധ്യം ഉറപ്പാക്കുകയാണ് ലക്ഷ്യം. ഇതിന്റെ ഭാഗമായി ചന്ദ്രനിൽ സെല്ലുലാർ കണക്ടിവിറ്റി എത്തിക്കാനൊരുങ്ങുകയാണ് നാസ. നോക്കിയുമായി ചേർന്നാണ് ഈ സംവിധാനം ഒരുക്കുക. സ്പേസ് എക്സസ് ഈ വർഷം നടത്താനിരിക്കുന്ന വിക്ഷേപണത്തിൽ ചന്ദ്രനിലേക്കുള്ള 4G നെറ്റ്വർക്ക് ഉപകരണങ്ങളും വിക്ഷേപിക്കും. ലാൻഡർ ഉപയോഗിച്ച് ചന്ദ്രന്റെ ദക്ഷിണ ധ്രുവത്തിൽ 4G സംവിധാനം സ്ഥാപിക്കും. ഇത് ഭൂമിയിൽ നിന്ന് നിയന്ത്രിക്കാനാവും. ഒരു ടെക്നീഷ്യന്റെ സഹായമില്ലാതെ സ്ഥാപിക്കാനാകുന്നതും നിശ്ചിത വലിപ്പം, ഭാരം, ഊർജ്ജ ഉപഭോഗം എന്നിവ ഉറപ്പുവരുത്തുമെന്നതുമായ ബഹിരാകാശത്ത് ഉപയോഗിക്കാനാകുന്ന ഉപകരണം നിർമ്മിക്കുക എന്നതാണ് ഒരു നെറ്റ്വർക്ക് സ്ഥാപിക്കുന്നതിലെ ആദ്യ വെല്ലുവിളിയെന്ന് നാസയുടെ സ്പേസ് ടെക്നോളജി മിഷൻ ഡയറക്ടറേറ്റിലെ പ്രോഗ്രാംസ് ഡെപ്യൂട്ടി അസോസിയേറ്റ് അഡ്മിനിസ്ട്രേറ്റർ വാൾട്ടർ ഇംഗ്ലണ്ട്